കുഞ്ഞോൻചാനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ധാരാളം ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. കാരണം ഞങ്ങൾ 1982 തൊട്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ഞങ്ങൾ ധാരാളം യാത്രകൾ ഒരുമിച്ച് പോവുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കുഞ്ഞോൻചാൻ്റെ ഷേർലിയുടെ അനിയത്തിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം 1982 അപ്പോൾ അന്ന് തൊട്ട് ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഒരു നല്ലൊരു സുഹൃത്ത്, പിന്നെ എന്താവശ്യത്തിനും വന്നൊരു സംശയം ചോദിക്കാവുന്ന ആൾ, ഒരു എന്നാ പറയുക, ഒരു ഉപദേശങ്ങൾ ആരായാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരാളായിട്ടാണ് കുഞ്ഞോൻചാനെ എന്നും കണ്ടിരുന്നത്. പിന്നെ കുഞ്ഞോൻചാൻ്റെ കാര്യം പറഞ്ഞാൽ കുഞ്ഞോൻചാൻ ഇവിടെ ഒരു നല്ല ചങ്ങനാശ്ശേരിയിൽ ഒരു നല്ല സുഹൃത്ത് വലയുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കുരിശങ്ങപ്പറമ്പ് ദേവസ്യാച്ചന്, സജു, കരിങ്ങട ജോസ്, പിന്നെ കുഞ്ഞോൻചാൻ ഇവിടെ ഈ വ്യാപാരി വ്യവസായി ആയിട്ട് ബന്ധപ്പെട്ട ധാരാളം സുഹൃത്തുക്കൾ, പിന്നെ ലയൺസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സുഹൃത്തുക്കൾ, അങ്ങനെ ഒരു നല്ല സുഹൃത്ത് വലയം തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞോൻചാൻ. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, കുഞ്ഞോൻചാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ അതിൽ 100% അതിൽ ഇൻവോൾവ് ആകുകയും 100% അതിന് കൊടുക്കുകയും വേണമെന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വളരെ ഡെഡിക്കേറ്റഡായിട്ട് ഏത് കാര്യത്തിലും ഇടപെടുന്ന, അത് ക്ലബിൻ്റെ കാര്യമായിക്കോട്ടെ, വീട്ടിലെ കാര്യമായിക്കോട്ടെ, ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ് കുഞ്ഞോൻചാൻ ചെയ്തിരുന്നത്. അത് നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു ശീലമായിട്ട് തന്നെ എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞോൻചാൻ്റെ ബിസിനസ് സംബന്ധമായ യാത്രകൾക്കൊക്കെ പല പ്രാവശ്യം ഞാൻ കുഞ്ഞോൻചാൻ്റെ കൂട്ടത്തിൽ ഡൽഹി, ആഗ്ര, മറ്റേ രാജസ്ഥാൻ, സേലം, അവിടെയൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം, കുഞ്ഞോൻചാൻ നർമ്മബോധമാണ്. എത്ര ടെൻഷനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണെങ്കിലും എന്തെങ്കിലും ഒരു രസികത്വമുള്ള കാര്യം കണ്ടാൽ അതിനെ കാണാനും അത് കണ്ട് ചിരിക്കാനും അത് പറഞ്ഞ് ചിരിക്കാനുമുള്ള ഒരു നല്ല മനസ്സ്, നല്ലൊരു പോസിറ്റീവായിട്ട് ഏത് കാര്യത്തെ എടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഈ പരുമല തീർത്ഥാടകർക്ക്, അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞനിക്കര തീർത്ഥാടകർക്കൊക്കെ ആ കാലത്ത് ഇവിടെ വിപുലമായ സ്വീകരണം ഒരുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ കാലത്ത് ഇപ്പോഴത്തെ പോലെ ഈ മുട്ടിനുള്ള സ്വീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നൊരു കാലമല്ല. അപ്പോൾ അവർക്കെല്ലാം കാപ്പി, അതുപോലെ തന്നെ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുന്നതിൽ കുഞ്ഞോൻചാൻ കാണിച്ചിരുന്ന ആ വ്യഗ്രത, ആ ഉത്സാഹം, അതൊക്കെ ഞാനിപ്പോഴും എപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞോൻചാൻ്റെ ഈ ആ കാലത്തുള്ള വേർപാട് അന്നേരം ഞങ്ങൾക്ക് വലിയൊരു പ്രയാസമായിരുന്നു. അതിപ്പോഴും ഒരു നഷ്ടം തന്നെയാണ്. അതോ ഇത്രയൊക്കെയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടി വത്തുന്ന ഓർമ്മകൾ. പിന്നെ എൻ്റെ കുടുംബമായിട്ടും എൻ്റെ പിള്ളേരുമായിട്ടും ഒക്കെ കുഞ്ഞോൻചാൻ വളരെ ഒരു നല്ല സൗഹൃദവും സ്നേഹവും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിദേശത്തായിരുന്ന സമയത്താണ് എൻ്റെ പിള്ളേർ 10ാം ക്ലാസ് പാസ്സാകുന്നത്. അപ്പോൾ അവരുടെ കോളേജ് അഡ്മിഷനൊക്കെ കൊണ്ട് കുഞ്ഞോൻചാൻ വളരെ ഉത്സാഹിക്കുകയും അവരെ SB കോളേജിൽ കൊണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പലരെയും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എപ്പോഴും നല്ലൊരു സുഹൃത്ത്, നല്ലൊരു സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ, അങ്ങനെ തന്നെയാണ് കുഞ്ഞോൻചാൻ എപ്പോഴും ഓർക്കുന്നത്.